നക്ഷത്രങ്ങൾ മിന്നുന്ന ആകാശം, സംഖ്യകൾ അവിടെ പ്രകാശരേഖകളായി ഒഴുകുന്നു. സംഖ്യകൾ എന്നത് സാധാരണ അക്കങ്ങൾ മാത്രമല്ല, അവ ജീവിതത്തിന്റെ രഹസ്യ ഭാഷയാണ്. നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മുടെ ഭാവിയും ഭാഗ്യവും രേഖപ്പെടുത്തുന്ന അദൃശ്യ കോഡ്. ഓരോ സംഖ്യയ്ക്കും ഒരു ശക്തിയുണ്ട്, ഓരോ തീയതികൾക്കും ഒരു സന്ദേശം നമുക്ക് നൽകാനുണ്ട്. നിങ്ങളുടെ ജന്മസംഖ്യ എന്താണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ ജീവിതപാത ഏത് ദിശയിലേക്ക് നീങ്ങുന്നു? ഈ രഹസ്യ ലോകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സംഖ്യകൾ സംസാരിക്കുന്ന അത്ഭുത ലോകത്തിലേക്ക്. ജന്മസംഖ്യ പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിയേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുൻപ് ഇത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പഠനങ്ങളിലൂടെയുള്ള വിശദമായ ഫലങ്ങളാണ്. സംഖ്യ ജ്യോതിഷ ബോധിനി എന്ന ഗ്രന്ഥത്തെയാണ് ഇതിനായി ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഗവേഷണ നിരീക്ഷണത്തിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. 9 വീഡിയോകളിലായിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ജന്മസംഖ്യ പ്രകാരമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുക. നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് അത് മനസ്സിലാക്കി വെച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം ജന്മസംഖ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായി കരുതപ്പെടുന്നത് ജന്മസംഖ്യയും വിധിസംഖ്യയുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി വളരെ ലളിതവും അതിനെ അടിസ്ഥാനമാക്കി പറയാവുന്ന ഫലങ്ങൾ വളരെ വിപുലവുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി സംഖ്യാ ജ്യോതിഷത്തിൽ ജനിച്ച തീയതിക്കും അതിൽ നിന്നും ലഭിക്കാവുന്ന ജന്മസംഖ്യയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ജനന തീയതികളിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ജന്മസംഖ്യ ലഭിക്കും. ഉദാഹരണമായി ജനിച്ചത് 18-ാം തീയതിയാണെങ്കിൽ ജന്മസംഖ്യ 8ഉം 1ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 9 ആണ്. ജന്മസംഖ്യയും ഗ്രഹവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പട്ടിക ഒന്ന് പറയാം. ജന്മസംഖ്യ 1 ആണെങ്കിൽ അതിന്റെ അധിപൻ സൂര്യനാണ്. 2ന്റേത് ചന്ദ്രനും 3ന്റേത് വ്യാഴവും 4ന്റേത് രാഹുവും 5ന്റേത് ബുധനും 6ന്റേത് ശുക്രനും 7ന്റേത് രാഹുവും 8ന്റേത് കേതുവും 9ന്റേത് ചൊവ്വയുമാണ്. ഇനി യഥാക്രമം ഓരോ ജന്മസംഖ്യയ്ക്കും പറയപ്പെടേണ്ട ഫലം നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് 5 ജന്മസംഖ്യയുള്ളവരുടെ സമ്പൂർണ്ണ സവിശേഷതകൾ ഒന്ന് പരിശോധിക്കാം. 5 എന്നത് ബുധഗ്രഹത്തിന്റെ ആധിപത്യത്തിലുള്ള സംഖ്യയാണ്. ബുധൻ വിദ്യാകാരകനാണ്. 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 5 ജന്മസംഖ്യയുള്ളവരാണ്. ജന്മസംഖ്യ 5 അതിന്റെ അധിപൻ ബുധനാണ്. സൗഹൃദ സംഖ്യകളായി 1, 5, 6 എന്നീ സംഖ്യകളാണ് പറഞ്ഞിട്ടുള്ളത്. സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി 3, 4, 8, 9 എന്നീ സംഖ്യകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം, രാഹു, ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ സമഗ്രഹങ്ങളാണ്. ശത്രു സംഖ്യകളായി 2ഉം 7ഉമാണ് പറയുന്നത്. അതായത് ചന്ദ്രനും കേതുവുമാണ് ഇവരുടെ ശത്രുഗ്രഹങ്ങൾ. അനുകൂല ജന്മാക്ഷരം E, N, W എന്നീ അക്ഷരങ്ങളാണ്. ഇവർക്ക് അനുകൂലമായിട്ടുള്ള നിറം പച്ചയാണ്. രത്നം മരതകമാണ്. ലോഹം സ്വർണമാണ്. ഇവർക്ക് യോജിച്ച തൊഴിൽ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വ്യവസായികൾ, ബാങ്കേഴ്സ്, ചിട്ടി, സ്റ്റോക്ക് ബ്രോക്കർ, പുസ്തക പ്രസാധകർ, ഗ്രന്ഥരചന, കലാപ്രവർത്തകർ, ജ്യോതിഷം, അക്കൗണ്ടിംഗ് തുടങ്ങിയ തൊഴിലുകളും ഇവരുടെ സ്വഭാവമനുസരിച്ച് സാമാന്യമായി പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ എല്ലാ മേഖലകളിലും ഇവർ പ്രാവീണ്യം നേടുന്നതാണ്. പാണ്ഡിത്യവും ഭാവനയും സമ്മേളിച്ച് ഇവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പൊതുവെ ഫലിതപ്രിയരായിരിക്കും. ഇവരുടെ സമ്പർക്കം മറ്റുള്ളവർക്ക് പ്രിയങ്കരമായിരിക്കും. ഇവർ സൗന്ദര്യമുള്ളവരും സൗന്ദര്യ ആരാധകരുമായിരിക്കും. ആയുർദൈർഘ്യവും ആരോഗ്യവും ഇവർക്കുണ്ടായിരിക്കും. വളരെ എളിയ സാഹചര്യത്തിൽ ജനിച്ചവരായിരുന്നാൽ തന്നെയും സ്വപ്രയത്നം കൊണ്ട് ഇവർ ഉന്നത പദവിയിൽ എത്തിച്ചേരുന്നതാണ്. ബഹുജന സമ്പർക്കമുള്ളവരായിരിക്കും ഇവർ. അതിന് ആവശ്യമായ നയതന്ത്രജ്ഞത ഇവർക്ക് ജന്മസിദ്ധമാണ്. മറ്റുള്ളവർക്ക് വളരെ നാളത്തെ ആലോചനകൾക്ക് ശേഷമുണ്ടാകുന്ന തീരുമാനങ്ങൾ ഇവർക്ക് നിമിഷ നേരം കൊണ്ടുണ്ടാകും. എത്രയൊക്കെ അറിവുള്ളവരാണെങ്കിലും ആശങ്കയും അപകർഷതാബോധവും ഇവരെ വിട്ടുപിരിയുകയില്ല. ചാഞ്ചല്യവും ചാപല്യവും ഇവരുടെ കൂടപ്പിറപ്പുകളാണ്. പ്രലോഭനങ്ങൾക്ക് ഇവർ ക്ഷണത്തിൽ വശംവദരാകും. മുഖസ്തുതി പ്രിയരായിരിക്കും. അധ്വാനം കൂടാതെ പണമുണ്ടാക്കാനുള്ള ബൗദ്ധിക കൗശലം ഇവർക്കുണ്ടായിരിക്കും. ഇവർക്ക് ഒരു പ്രധാന ഭാഗ്യദോഷം എത്ര പണമുണ്ടായിരുന്നാലും സമയത്ത് ആഹാരം കഴിക്കുവാൻ
സമയക്കുറവ് മൂലം സാധിക്കാതെ വരും എന്നുള്ളതാണ്. ഇവരുടെ ബുദ്ധിവൈഭവം പലർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്നതല്ലാതെ ഇവർക്ക് അത്ര കണ്ട് ഉപകരിക്കുകയുമില്ല. തന്നെ പോറ്റാതെ ധർമ്മമില്ലെന്ന തത്വം ഇവർ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നല്ലതാണ്. എത്ര കടുത്ത ദ്രോഹം ഇവരോട് ചെയ്യുന്നവർക്കും ഇവർ മാപ്പ് കൊടുക്കുന്നതാണ്. നമുക്കിനി ഇവരുടെ ശരീരപ്രകൃതി ഒന്ന് നോക്കാം. ഐശ്വര്യമുള്ള മുഖം, പ്രകാശിക്കുന്ന കണ്ണുകൾ, ആരെയും വശീകരിക്കുന്ന നോട്ടവും നടത്തവും എന്നിവയൊക്കെ ഇവർക്കുണ്ടാകും. ഇവരുടെ ആരോഗ്യകാര്യങ്ങളും കൂടി പരിശോധിക്കാം. ഇവർക്ക് കൂടെ നിദ്രാഭംഗം ഉണ്ടാകും. ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാം. 14 വയസ്സുവരെ പലവിധ അസുഖങ്ങളും ഉണ്ടാകും. 40 വയസ്സ് ഒരു വിഷമഘട്ടമായിരിക്കും. 40 വയസ്സ് തരണം ചെയ്താൽ 80 വയസ്സുവരെ ഇവർ ജീവിക്കുന്നതാണ്. വിറയൽ, മയക്കം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ആസ്മ തുടങ്ങിയവയും പിടിപെടാൻ ഇടയുണ്ട്. സ്ഥിരമായി വളരെ കാലം നിലനിൽക്കുന്ന രോഗങ്ങൾ ഇവർക്കുണ്ടായേക്കാം. 14, 23, 32, 41, 50, 59, 68, 77, 86 എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഔഷധ സേവയേക്കാൾ ഇവർക്ക് പ്രയോജനം ചെയ്യുന്നത് യോഗാസനങ്ങളായിരിക്കും. വിശ്രമമാണ് സിദ്ധ ഔഷധം. ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങളും പാലും ഉൾപ്പെടുത്തുക. ധാതുപുഷ്ടി നൽകുന്ന ആഹാരങ്ങളും ഔഷധങ്ങളും ഇവർക്ക് ആവശ്യമാണ്. ഭക്ഷണത്തിൽ ക്യാരറ്റ്, റൊട്ടി, ബദാം പരിപ്പ്, ഓട്സ് മുതലായവയും ഉൾപ്പെടുത്തുന്നത് ഉത്തമമാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. 5 ജന്മസംഖ്യയുള്ളവർക്ക് എല്ലാ ജന്മസംഖ്യക്കാരുമായി വിവാഹബന്ധം പുലർത്താമെങ്കിലും 5, 9 എന്നീ ജന്മസംഖ്യയുള്ളവരുമായി ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പ്രേമവികാരത്തിന് ഇവർ വിധേയരാകുമെങ്കിലും കാണുന്നവരോടെല്ലാം പ്രേമം തോന്നുന്ന സ്വഭാവക്കാരായിരിക്കുകയില്ല. ആരോടെങ്കിലും പ്രേമം തോന്നിയാൽ അവരെ തന്നെ ഇവർ വിവാഹം കഴിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇവരുടെ തൊഴിൽ കൂടുതലായി ഒന്ന് പരിശോധിക്കാം. ഇവർ സ്ഥിരമായ ഒരു ഉദ്യോഗത്തിൽ ഇരിക്കുകയില്ല. സ്ഥിരമായ ഒരു തൊഴിലും ചെയ്യുകയുമില്ല. എന്നിരുന്നാലും ഇവർക്ക് ജീവിതത്തിൽ പരാജയം ഒരു തരത്തിലും സംഭവിക്കുകയില്ല. ബുദ്ധിപൂർവകമായ പ്രവർത്തനം മൂലം വലിയ പ്രവർത്തനങ്ങൾ, പുസ്തക പ്രകാശനം എന്നിത്യാദി രംഗങ്ങളിൽ ഇവർ ശോഭിക്കുന്നതായിരിക്കും. ഗ്രന്ഥരചന, പുസ്തക പ്രസാധനം, വിൽപ്പന, വ്യാപാര പ്രതിനിധി, കലാപ്രവർത്തനം, ദല്ലാൾ പ്രവൃത്തി എന്നീ രംഗങ്ങൾ ഇവർക്ക് യോജിച്ചതാണ്. സ്വന്തം നിലയിൽ വ്യാപാരമോ വ്യവസായമോ നടത്തിയാലും വിജയസാധ്യതയുണ്ട്. സർക്കാർ ഉദ്യോഗത്തെക്കാൾ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിക്കാണ് കൂടുതൽ സാധ്യത. 5 ജന്മസംഖ്യയായിട്ടുള്ള ചില പ്രശസ്ത വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. നാടകകൃത്തായ വില്യം ഷേക്സ്പിയർ, കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ കാറൽ മാർക്സ്, ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ, സംഗീതജ്ഞനായ ത്യാഗരാജസ്വാമികൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവായിരുന്ന സുഭാഷ് ചന്ദ്രബോസ്, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയവരൊക്കെ 5 ജന്മസംഖ്യക്കാരാണ്. സംഖ്യകൾ നിങ്ങളോട് പറഞ്ഞ കഥ അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം പകരട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള രഹസ്യ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ എന്ന് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജന്മസംഖ്യ ഒന്ന് കമന്റിൽ പങ്കുവയ്ക്കൂ. ഓർമ്മിക്കുക, ജീവിതം ഒരു സംഖ്യകളുടെ സംഗീതമാണ്. അതിന്റെ താളം മനസ്സിലാക്കിയാൽ വിജയം നിങ്ങളുടേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി കാണാം സംഖ്യകളുടെ മറ്റൊരു അത്ഭുത യാത്രയിൽ. നന്ദി, നമസ്കാരം, ശുഭദിനം.